ഒരു കാലത്ത് കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടന്നിരുന്ന ഒരു നദി അതിന്നിതാ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളായി ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാന പങ്കത് വഹിച്ചു. സമീപ ദശകങ്ങളിൽ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തുർക്കി, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ചരിത്രപരമായി ഉണ്ടായിരുന്നതിനേക്കാൾ 60% അതിന്റെ ഒഴുക്ക് കുറഞ്ഞിരിക്കുന്നു. തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങൾ നിർമ്മിച്ച അണക്കെട്ടുകൾ ഇറാഖിലേക്കുള്ള അതിന്റെ ജലപ്രവാഹം കാര്യമായ രീതിയിൽ കുറച്ചിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും അതിന്റെ സ്ഥിതി കൂടുതൽ പ്രതികൂലമായി കൊണ്ടിരിക്കുന്നു. നദിയിലുള്ള പാറകളും പാറക്കെട്ടുകളും പ്രകടമാവുന്ന അവസ്ഥ അതിന്റെ പലയിടത്തും ഇപ്പോൾ തന്നെ കാണാവുന്നതാണ്. നദി ജലസേചനത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സാണെന്നിരിക്കെ അതിന്റെ വരൾച്ച കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കും. അതുകാരണം മേഖലയിലെ ഭക്ഷ്യക്ഷാമം വളരെ രൂക്ഷമാവുകയും ചെയ്യുന്നതാണ്. യൂഫ്രട്ടീസ് നദിയുടെ ഈ ദുരവസ്ഥ അന്ത്യദിനത്തിന്റെ ഒരു പ്രധാന അടയാളമായി കണക്കാക്കപ്പെടുന്നു. മനുഷ്യ ജീവിതത്തിന്റെയും നാഗരികതയുടെയും ഉറവിടമായ യൂഫ്രട്ടീസ് അത് കുഴപ്പങ്ങളുടെയും അത്യാഗ്രഹത്തിന്റെയും സാക്ഷിയാവുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. യൂഫ്രട്ടീസ് നദിയുടെ വരൾച്ച ബൈബിളിലും പ്രധാനപ്പെട്ട ഒരു സൂചകമായി നമുക്ക് കാണുവാൻ സാധിക്കും. അന്ത്യദിനത്തിന്റെ മുന്നോടിയായി യൂഫ്രട്ടീസ് നദി അതിശയകരമായ ഒരു നിധി വെളിപ്പെടുത്തുന്നതാണ്. അള്ളാഹു അത് വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. അത് വെളിപ്പെടുത്തുന്നതുവരെ ആരും അതിനെക്കുറിച്ച് അറിയുകയില്ല. അതിലെ വെള്ളം പറ്റുകയോ അതിന്റെ ഗതി മാറുകയോ അതു കാരണത്താൽ മലയുടെ ഭാഗത്ത് വെള്ളം ഒഴുകാതെ സ്വർണം പ്രത്യക്ഷപ്പെടുമെന്നാണ് മനസ്സിലാകുന്നത്. ലോകാവസാനത്തിന്റെ ചെറിയ അടയാളങ്ങളുടെ അന്ത്യത്തിലായി യൂഫ്രട്ടീസ് നദിയിൽ സ്വർണ്ണമല പ്രത്യക്ഷപ്പെടുന്നതാണ്. അത് പിടിച്ചടക്കാൻ ധാരാളക്കണക്കിന് ആളുകൾ കടന്നു വരികയും രക്തരൂക്ഷിതമായ ഒരു സാഹചര്യം വന്നു ചേരുകയും ചെയ്യും. സംഘർഷങ്ങളിലേക്കും വ്യാപകമായ നാശത്തിലേക്കും അത് വഴിവെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർണത്തിന്റെ മലയെ യൂഫ്രട്ടീസ് നദി പുറത്തു കൊണ്ടുവരാതെ ഈ ലോകം അവസാനിക്കുകയില്ല. ആ സ്വർണ്ണ മലയ്ക്ക് വേണ്ടി ജനങ്ങൾ യുദ്ധം ചെയ്യും. 100 പേർ യുദ്ധത്തിന് പോയാൽ 99 പേരും മരണപ്പെട്ടു പോകുന്നതാണ്. അതിലേറ്റുമുട്ടുന്ന ഓരോ ആളുകളും ചിന്തിച്ചു പോകും, ആ രക്ഷപ്പെടുന്ന വ്യക്തി താൻ ആയിരുന്നുവെങ്കിൽ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, സ്വർണ്ണമലയെ യൂഫ്രട്ടീസ് നദി വെളിവാക്കുന്ന ഒരു കാലം അടുത്തുകൊണ്ടിരിക്കുന്നു. അന്ന് ആരെങ്കിലും അവിടെ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്നും ആരും എടുക്കരുത്. അതെ, മനുഷ്യ ജീവിതത്തിന്റെയും നാഗരികതയുടെയും ഉറവിടമായ യൂഫ്രട്ടീസ് ഇസ്ലാമിക സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ആത്മീയമായും ചരിത്രപരമായും സുപ്രധാന പങ്കുവഹിക്കുന്ന യൂഫ്രട്ടീസ് അത് കുഴപ്പങ്ങളുടെയും നാശത്തിന്റെയും സാക്ഷിയാവാനിരിക്കുന്നു. അത്യാഗ്രഹത്തിനെതിരായ ഒരു മുന്നറിയിപ്പായും അന്ത്യദിനത്തിന്റെ ആസന്നമായ അടയാളങ്ങളിലൊന്നായും ഇത് സാക്ഷിയാവാനിരിക്കുന്നു.